വിവേക് വീട്ടിലേക്ക് കയറി വന്നതും അവന്റെ അമ്മ സുമതി വാതിൽക്കൽ തന്നെ ഉണ്ടായിരുന്നു. ആകാംക്ഷയും പ്രതീക്ഷയും ആ മുഖത്ത് നിഴലിച്ചു. എന്തായി മോനെ, എങ്ങനെ ഉണ്ടായിരുന്നു? കുട്ടിയെ ഇഷ്ടപ്പെട്ടോ? ചോദ്യശരങ്ങൾ വിവേകിന് നേരെ വന്നപ്പോൾ അവൻ ചെറുതായി ഒന്ന് ചിരിച്ചു. ഇഷ്ടപ്പെടാതിരിക്കാൻ എന്താ അമ്മേ, നല്ല കുട്ടിയാണ്, സ്വഭാവ ഗുണമുണ്ട്, നന്നായി സംസാരിക്കും. ഷൂ അയച്ചു മാറ്റി വിവേക് സോഫയിലിരുന്നു. അമ്മ അവന്റെ അടുത്ത് വന്നിരുന്നു. പിന്നെന്താ സംശയം? നിനക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ബാക്കി കാര്യങ്ങൾ നമുക്ക് അങ്ങോട്ട് നീക്കാം. അവരെന്താ പറഞ്ഞത്? അവരും സമ്മതം പറഞ്ഞമ്മേ, ഞാൻ വേഗം തീരുമാനം അറിയിക്കാമെന്ന് പറഞ്ഞിട്ടാണ് വന്നത്. അമ്മയുടെ മുഖം സന്തോഷം കൊണ്ട് തിളങ്ങി. അതെയോ, എന്റെ മോന് ഭാഗ്യമുണ്ട്. പെട്ടെന്ന് ഒരുങ്ങി വന്നതെങ്കിലും കാര്യങ്ങൾ നല്ല രീതിയിൽ നടന്നു. പെൺകുട്ടിയുടെ പേരെന്താ? അവളെ കണ്ടിട്ട് നല്ല വിദ്യാഭ്യാസമുള്ള കുട്ടിയാണോ? വിവേക് മൊബൈൽ ഫോൺ എടുത്ത് ഗാലറി തുറന്നു. നല്ല വിദ്യാഭ്യാസമൊക്കെ ഉണ്ടമ്മേ, ദേ ഇതാണ് കുട്ടി. അവൻ മൊബൈൽ അമ്മയുടെ നേർക്ക് നീട്ടി. സുമതി ആവേശത്തോടെ മൊബൈലിലേക്ക് നോക്കി. കുറച്ചു നിമിഷം ആ ഫോട്ടോയിൽ തന്നെ ശ്രദ്ധിച്ചിരുന്നു. അമ്മയുടെ തിളക്കമാർന്ന മുഖം പതിയെ മങ്ങി, നെറ്റി ചുളിഞ്ഞു. ഇതാണോ വിവേക് നീ കണ്ട കുട്ടി? എനിക്കെന്തോ. അവർ മൊബൈൽ അവന് നേർക്ക് തിരികെ നൽകി. വിവേകിന്റെ മുഖത്തെ ചിരി മാഞ്ഞു. എന്താ അമ്മേ, ഫോട്ടോക്ക് വല്ല കുഴപ്പമുണ്ടോ? അമ്മയൊന്ന് നെടുവീർപ്പിട്ടു. കുഴപ്പമെന്ന് വെച്ചാൽ മോനെ, ഞാൻ മനസ്സ് തുറന്നു പറയട്ടെ, കുട്ടിയെ കാണാൻ ഒരു ഭംഗിയുമില്ലല്ലോ. നല്ല കറുപ്പല്ലേ? എന്റെ മോൻ നല്ല വെളുത്ത് തുടുത്തിരിക്കുന്ന ആളാ. ഇവളെ എങ്ങനെയാ? അമ്മയുടെ വാക്കുകൾ വിവേകിന് ഇഷ്ടപ്പെട്ടില്ല. അവൻ പതിയെ എഴുന്നേറ്റു. അമ്മ ഇങ്ങനെയൊന്നും പറയരുത്. നമ്മൾ എന്തിനാണ് രൂപത്തിന് മാത്രം ഇത്ര പ്രാധാന്യം കൊടുക്കുന്നത്? നിറം ഒരു വിഷയമല്ല അമ്മേ. ആ കുട്ടിക്ക് നല്ല സ്വഭാവമുണ്ട്, നല്ല വിദ്യാഭ്യാസമുണ്ട്. അവൾ എന്നെ മനസ്സിലാക്കുന്നുണ്ട്. അതാണ് എനിക്ക് പ്രധാനം. അമ്മയുടെ മുഖത്തപ്പോൾ ദേഷ്യം നിറഞ്ഞു. അവർ എഴുന്നേറ്റ് നിന്ന് അവനെ തുറച്ചു നോക്കി. നിനക്കിപ്പോൾ അങ്ങനെ പറയാം, പക്ഷെ നാളെ നാലാള് ചോദിക്കുമ്പോൾ എനിക്ക് പറയാൻ പറ്റുമോ? നിനക്ക് ഇതിലും നല്ല ഒരുപാട് കുട്ടികളെ കിട്ടും, വെളുത്ത നല്ല ലുക്കുള്ള പെൺകുട്ടികൾ. ഇത്രയും ഇരുണ്ട ഒരു കുട്ടിയെ നിനക്ക് എന്തിനാണ്? എന്നെ കൊണ്ട് ഇതിനെ സമ്മതിപ്പിക്കാൻ നിനക്ക് പറ്റില്ല വിവേകെ. എനിക്കിഷ്ടപ്പെട്ടില്ല, ആലോചിച്ചിട്ട് ഒരു കാര്യവുമില്ല. അമ്മയുടെ ആ വാക്കുകൾ വിവേകിന്റെ ഹൃദയത്തെ വല്ലാതെ മുറിപ്പെടുത്തി. അവൻ നിസ്സഹായനായി അമ്മയെ നോക്കി നിന്നു. അവന്റെ മനസ്സിൽ ഒരു ചോദ്യം മാത്രം ബാക്കിയായി. ഈ നിറം മാത്രമാണോ വിവാഹബന്ധത്തിലെ ഏറ്റവും വലിയ യോഗ്യത? എന്തായാലും അവൻ ആ പെൺകുട്ടിയെ വല്ലാതെ ഇഷ്ടപ്പെട്ടിരുന്നു. വിവേക് അപ്പോൾ അമ്മയെ നോക്കി. അമ്മേ, അവൻ വിളിച്ചു. ശബ്ദത്തിൽ ഒരല്പം പോലും പതർച്ചയില്ലായിരുന്നു. ഞാൻ ആ കുട്ടിയെ തന്നെ വിവാഹം ചെയ്യും. എത്ര പേരെതിർത്താലും എന്റെ തീരുമാനം മാറില്ല. ഞാൻ അമ്മയോട് ഉറപ്പിച്ചു പറയുന്നു. അവന്റെ വാക്കുകൾ മുറിയിലെ നിശബ്ദതയെ കീറിമുറിച്ചു. അവന്റെ മുഖത്ത് ആദ്യമായി അവർ ഒരു തരം ദൃഢനിശ്ചയം കണ്ടു. ആ വാക്കുകൾ കേട്ടതും അതുവരെ മകനെ അനുനയിപ്പിക്കാൻ ശ്രമിച്ച അവരുടെ മുഖത്തെ ഭാവം നിമിഷ നേരം കൊണ്ട് മാറി. ആ സ്നേഹത്തിന്റെ സ്ഥാനത്ത് അങ്കലാപ്പും അമർഷവും ഒരു തരം നിരാശയും നിറഞ്ഞു. മകന്റെ ഈ ഉറപ്പ് സ്വന്തം സ്വപ്നങ്ങളെയും കാലങ്ങളായി കാത്തു സൂക്ഷിച്ച അഭിമാനത്തെയും തകർത്ത് കളയുന്ന ഒരു ഭൂകമ്പമായി അവർക്ക് തോന്നി. അവർ ഒരു നിമിഷം അവനെ ദേഷ്യത്തോടെ നോക്കി. എന്നിട്ട് തിരിഞ്ഞ് അടുത്ത മുറിയിലേക്ക് നടന്നു. അപ്പോൾ തന്നെ അവരുടെ കൈ അവരുടെ ഫോണിലേക്ക് നീണ്ടു. അവരുടെ മനസ്സ് അസ്വസ്ഥമായിരുന്നു. ഈ ബന്ധം എങ്ങനെയെങ്കിലും മുടക്കണം. അതിനുള്ള ഏക വഴി നാട്ടുമര്യാദയെ കൂട്ടുപിടിക്കുകയാണ്. അവർ ഉടൻ തന്നെ അവരുടെ അടുത്ത ബന്ധുക്കളിലുള്ള സ്ത്രീകളെ ഓരോരുത്തരെയായി വിളിച്ചു തുടങ്ങി. ശോഭേച്ചി, എന്റെ വിധി ഇതാണ്. നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല കാര്യങ്ങൾ. അവരുടെ ശബ്ദം വിറയ്ക്കുന്നുണ്ടായിരുന്നു. അത് സങ്കടം കൊണ്ടായിരുന്നോ അതോ നാട്യം കൊണ്ടായിരുന്നോ എന്ന് അവർക്ക് തന്നെ നിശ്ചയമില്ലായിരുന്നു. ആ കുട്ടിയുമായി എന്റെ മകന്റെ കല്യാണം നടന്നാൽ അവർ ഒരല്പം നിർത്തി. എന്നിട്ട് ശബ്ദം താഴ്ത്തി. ആ കുട്ടിയെക്കുറിച്ച് പലരും പലതും പറയുന്നുണ്ട്. കളർ കുറവാണത്രേ, കറുപ്പ്, നല്ല കറുപ്പാണ് പോലും. ഇന്ന് അവന്റെ ഫോണിൽ കണ്ടപ്പോൾ ഞാനും ആകെ വല്ലാണ്ടായി. നമ്മുടെ കുടുംബത്തിന് ചേർന്നതാണോ ഇതൊക്കെ? അവർ പിന്നെയും തുടർന്നു. അവളുടെ വിദ്യാഭ്യാസമോ പാരമ്പര്യമോ ഒന്നും എനിക്കൊരു പ്രശ്നമല്ലായിരുന്നു. പക്ഷേ ഈ നിറം. നമ്മുടെ സൽക്കാരങ്ങൾക്കും ചടങ്ങുകൾക്കും അവള് കൂടെ വരുമ്പോൾ ആളുകൾ എന്തു പറയും? നമ്മുടെ മരുമോൾക്ക് ഇത്രയും നിറം കുറവാണെന്ന് കേട്ടാൽ ഞാൻ എങ്ങനെ തല ഉയർത്തി നടക്കും? അമ്മയുടെ വാക്കുകൾ ബന്ധുക്കളിലൂടെ കാട്ടുതീ പോലെ പടർന്നു. കേട്ടവരെല്ലാം അതിനെക്കുറിച്ച് ചർച്ച ചെയ്തു തുടങ്ങി. എന്നാൽ മുറിയിലെത്തിയ വിവേകിന്റെ മനസ്സിൽ നല്ല സന്തോഷമുണ്ടായിരുന്നു. അവൻ ബ്രോക്കറെ വിളിച്ച് സമ്മതം അറിയിച്ചു. അവന്റെ ആ തീരുമാനത്തിൽ അമ്മയുടെ എല്ലാ അടവുകളും പാളി. എത്ര ബന്ധുക്കളെ വിളിച്ചു പറഞ്ഞിട്ടും എത്ര കണ്ണീരൊഴുക്കിയിട്ടും വിവേക് തന്റെ തീരുമാനത്തിൽ നിന്ന് ഒരടി പോലും പിന്നോട്ടു പോയില്ല. അവസാനം മനസ്സില്ലാ മനസ്സോടെ ആ നിശ്ചയ ദിവസം വന്നു ചേർന്നു. നഗരത്തിലെ ഒരു വലിയ ഓഡിറ്റോറിയമാണ് ചടങ്ങിനായി തിരഞ്ഞെടുത്തത്. തിളക്കമുള്ള ലൈറ്റുകളും പൂക്കളും ക്ഷണിക്കപ്പെട്ട അതിഥികളുമായി ആ ഹാൾ നിറഞ്ഞിരുന്നു. എന്നാൽ ആ ആഘോഷത്തിനിടയിലും ഒരു തരം അസ്വസ്ഥമായ മൗനം അന്തരീക്ഷത്തിൽ തങ്ങി നിന്നു. ആ മൗനം അമ്മ തലേന്ന് വിളിച്ചു പറഞ്ഞ കുറ്റപ്പെടുത്തലുകളുടെ പ്രതിധ്വനിയായിരുന്നു. വേദിക്ക് സമീപം പട്ടുമുണ്ട് ചുറ്റി തല ഉയർത്തി നിന്നിരുന്ന വിവേകിന്റെ മുഖത്ത് ശാന്തമായ സന്തോഷമുണ്ടായിരുന്നു. എന്നാൽ അവന്റെ നേർക്ക് പുഞ്ചിരിക്കാൻ ശ്രമിക്കുന്ന അമ്മയുടെ മുഖത്ത് ആഴത്തിലുള്ള ഒരു കടുപ്പം മറഞ്ഞിരിപ്പുണ്ടായിരുന്നു. അവരിടയ്ക്കിടെ ചുറ്റും നിന്നിരുന്ന ബന്ധുക്കളെ നോക്കി. ബന്ധുക്കളെല്ലാം ചടങ്ങിലുണ്ടായിരുന്നു. അവർ പരസ്പരം അടക്കം പറയുന്നുണ്ടായിരുന്നു. അവരുടെ കണ്ണുകളെല്ലാം അളന്നും തൂക്കിയും നോക്കുന്നത് പോലെ പെണ്ണിനെ നോക്കുകയായിരുന്നു. സുമതി തങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ ശരിയാണോ എന്ന് ഉറപ്പുവരുത്താനുള്ള ആകാംക്ഷയോടെയായിരുന്നു ഓരോരുത്തരും അവിടെ നിന്നിരുന്നത്. സമയം മുന്നോട്ട് നീങ്ങി. കാറിൽ വന്നിറങ്ങുന്ന പെൺകുട്ടിയുടെ കുടുംബത്തെ കാണാൻ എല്ലാവരും വാതിൽക്കലേക്ക് ശ്രദ്ധിച്ചു. അവൾ കടന്നു വന്നു.
ചുവന്ന പട്ടുസാരിയിൽ പൂക്കൾ ചൂടി നിറഞ്ഞ ചിരിയുമായി അവൾ വേദിയിലേക്ക് നടന്നു. അവളെ കണ്ടപ്പോൾ അവിടെ കൂടിയിരുന്നവരുടെ എല്ലാം മുഖത്ത് രണ്ട് വ്യത്യസ്ത ഭാവങ്ങൾ മിന്നിമറഞ്ഞു. നിറം കുറവാണേലും നല്ല സൗന്ദര്യമുള്ള കുട്ടിയാണല്ലോ എന്ന് ചിലർ മനസ്സിൽ പറഞ്ഞു. എന്നാലും സുമതി പറഞ്ഞത് ശരിയാണ്, നിറം കുറവാണ്, നമ്മുടെ കുടുംബത്തിലെ പെൺകുട്ടികളെ പോലെ ഒരു കളറില്ല. അങ്ങനെയും ചിലർ പറഞ്ഞു. ആ പെൺകുട്ടി സന്തോഷവതിയായിരുന്നെങ്കിലും തന്നെ നോക്കുന്ന കണ്ണുകളിൽ പതിവില്ലാത്തൊരു നിഴൽവീഴ്ച അവൾ അറിയുന്നുണ്ടായിരുന്നു. അവളുടെ നേർക്ക് വരുന്ന നോട്ടങ്ങൾ അഭിനന്ദനങ്ങളായിരുന്നില്ല, മറിച്ച് ഒരു കൂട്ടം ചോദ്യങ്ങളായിരുന്നു. ഇവൾക്കാണോ അവൻ ഇത്രയധികം വാശി പിടിച്ചത്? അമ്മയുടെ മുഖത്തെ പുഞ്ചിരി ഒരു മാസ്ക് പോലെ തോന്നി. അവൾ അപ്പോൾ അമ്മയ്ക്ക് നേരെ കൈകൂപ്പി. എന്നാൽ അവരുടെ കണ്ണുകളിൽ ഒരു തുള്ളി സ്നേഹമോ വാത്സല്യമോ ഉണ്ടായിരുന്നില്ല. മകന്റെ നിർബന്ധം കാരണം ചെയ്യുന്ന ഒരു നാടകീയത മാത്രമായിരുന്നു അത്. ഇരുവരും മോതിരം കൈമാറി. സദസ്സിൽ നിന്ന് നേർത്ത കയ്യടി ഉയർന്നു. അവൻ സ്നേഹത്തോടെ അവളെ ചേർത്ത് പിടിച്ചപ്പോൾ അമ്മയുടെ മുഖത്ത് ഒരു വിഷാദഭാവം നിഴലിച്ചു. ബന്ധുക്കളുടെ അടക്കം പറച്ചിലുകളും അമ്മയുടെ വലിഞ്ഞു മുറുകിയ മുഖഭാവവുമായി ആ നിശ്ചയം അവസാനിച്ചു. നിശ്ചയ ചടങ്ങ് കഴിഞ്ഞ് വീട്ടിലെത്തിയതും വീടിന്റെ അന്തരീക്ഷം പെട്ടെന്ന് ശാന്തത വിട്ട് കലങ്ങി മറിഞ്ഞു. കാറിൽ നിന്നിറങ്ങിയപ്പോൾ മുതൽ അമ്മയുടെ മുഖം വീർപ്പുമുട്ടിയിരുന്നു. അകത്ത് കടന്നയുടനെ ഓഡിറ്റോറിയത്തിൽ അടക്കി പിടിച്ച അമർഷം അവർക്ക് പിടിച്ചു നിർത്താൻ കഴിഞ്ഞില്ല. "ഡാ വിവേകേ, നീ എന്തിനാണ് എന്നെ ഇങ്ങനെ വേദനിപ്പിക്കുന്നത്?" അമ്മ കയ്യിലെ ബാഗ് സോഫയിലേക്ക് വലിച്ചെറിഞ്ഞ് ദേഷ്യത്തോടെ അവനെ നോക്കി. വിവേക് അപ്പോൾ മുഖത്തെ വിയർപ്പ് തുടച്ചു മാറ്റുകയായിരുന്നു. അവൻ തന്റെ പേര് കേട്ടെങ്കിലും പ്രതികരിക്കാതെ നിന്നു. "എന്താ അമ്മേ, എന്താ കാര്യം? ചടങ്ങ് മംഗളമായി കഴിഞ്ഞില്ലേ?" വിവേകിന്റെ ശബ്ദത്തിൽ കടുത്ത ക്ഷീണവും അതൃപ്തിയും ഉണ്ടായിരുന്നു. "മംഗളമോ? നീ പറയുന്നത് കേൾക്കാൻ എനിക്ക് വയ്യ. നീ ആ പെണ്ണിന്റെ കൂടെ നിന്നപ്പോൾ അവിടെ ഉള്ളവരുടെ എല്ലാം മുഖത്ത് ഞാൻ കണ്ട ഭാവം എന്താണെന്ന് നിനക്കറിയാമോ? ആർക്കും ഇഷ്ടപ്പെട്ടില്ല അത്. ആരും അംഗീകരിക്കുന്നില്ല ഈ ബന്ധം. നിന്റെ തന്തയുടെ അനിയന്റെ ഭാര്യ പോലും എന്നെ നോക്കി സഹതാപത്തോടെ ചിരിച്ചപ്പോൾ എന്റെ മാനം പോയി." അവൻ തല ഉയർത്തി അമ്മയെ നോക്കി. "അമ്മേ, എന്റെ മാനം തീരുമാനിക്കുന്നത് എന്റെ ജീവിതമാണ്, അല്ലാതെ ആ പെൺകുട്ടിയുടെ കളറല്ല," വിവേക് പറഞ്ഞു. "എനിക്ക് അവളെ വേണ്ട വിവേകേ. നിനക്ക് നല്ല നിറമുള്ള നല്ല വീടുള്ള എത്ര പെൺകുട്ടികളെ ഞാൻ ആലോചിച്ചു വെച്ചിരുന്നു. നിശ്ചയം കഴിഞ്ഞ ഉടനെ ഇത് കേൾക്കുന്നത് നിനക്ക് ഇഷ്ടപ്പെടില്ലെന്ന് എനിക്കറിയാം. എങ്കിലും എനിക്കിപ്പോഴെങ്കിലും ഇത് പറഞ്ഞു തിരുത്തണം. നീ എത്രയും വേഗം അവളെ ഒഴിവാക്കണം." അത് കേട്ടതും വിവേകിന്റെ നിയന്ത്രണം വിട്ടു. അവന്റെ കണ്ണുകൾ കോപം കൊണ്ട് തിളങ്ങി. "നിർത്തമ്മേ!" അവന്റെ ശബ്ദം ആ വീടിന്റെ ചുമരുകളിൽ തട്ടി പ്രതിധ്വനിച്ചു. "അമ്മ എന്താണ് ഈ പറയുന്നത്? നിശ്ചയം കഴിഞ്ഞിട്ട് വേണ്ടെന്ന് വെക്കാനോ? എല്ലാരെയും വിളിച്ചുകൂട്ടി ഒരു പൊതു സദസ്സിൽ വെച്ച് മോതിരം മാറിയ ശേഷം അമ്മയ്ക്ക് തലയ്ക്ക് വല്ല ഓളവുമുണ്ടോ? ഞാൻ ഇതിനൊക്കെ എന്തു മറുപടി പറയും? അവരുടെ വീട്ടുകാരോട് എന്തു പറയും?" വിവേക് ചോദിച്ചു. "എടാ, ഞാൻ നാട്ടുകാരോടൊക്കെ എന്തു പറയും? അതുകൂടി നീ പറഞ്ഞതാ." അമ്മ ശാന്തമായി എന്നാൽ ഭീഷണി നിറഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. "അമ്മയ്ക്ക് ഇഷ്ടമുള്ള എന്തും പറഞ്ഞോളൂ, അതെന്റെ വിഷയമല്ല." "എന്ത് നിന്റെ വിഷയമല്ലെന്നോ? നീ ഞാൻ പറയുന്നത് മര്യാദയ്ക്ക് കേൾക്ക്. നീ എന്ത് ചെയ്തിട്ടായാലും വേണ്ടില്ല, പക്ഷേ അവൾ എന്റെ മരുമകളായി ഈ വീട്ടിൽ വേണ്ട. എന്റെ മാനത്തിന് ഈ കറുപ്പ് തീരെ ചേരില്ല," അമ്മ വാശിയോടെ പറഞ്ഞു. വിവേക് അപ്പോൾ നിസ്സഹായതയോടെ ചിരിച്ചു. ആ ചിരിയിൽ വേദനയും പരിഹാസവും കലർന്നിരുന്നു. "ഓ, അമ്മ നല്ല വെളുത്തിട്ടാണല്ലോ അല്ലേ? പക്ഷെ മനസ്സ് കറുപ്പാണെന്ന് മാത്രം. അമ്മ എത്ര നല്ല പെരുമാറ്റമായിരുന്നു. ഇപ്പോൾ അതൊക്കെ എവിടെ പോയി? എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ട ഒരു കുട്ടിയെ വെറും നിറത്തിന്റെ പേരിൽ ഒഴിവാക്കണമെന്നല്ലേ? നിശ്ചയം കഴിഞ്ഞിട്ട് ഒരു മകനോട് അത് വേണ്ടെന്ന് പറയുന്ന ഒരമ്മ. അമ്മയ്ക്ക് സത്യമായും ഭ്രാന്താണോ?" വിവേക് ദേഷ്യവും സങ്കടവും കൊണ്ട് വിറച്ചു. "അമ്മ മനസ്സിലാക്കണം," അവൻ തുടർന്നു. "നിങ്ങൾക്കിപ്പോ വേണ്ടത് എന്റെ സന്തോഷമല്ല. നിങ്ങൾ സമൂഹത്തിന് മുൻപിൽ വീയാതിരിക്കാനുള്ള ഒരു വേഷം മാത്രമാണ്. ആ വേഷത്തിനായി എന്റെ ജീവിതം കളയാൻ ഞാൻ ഒരുക്കമല്ല. എനിക്ക് അവളെ ഇഷ്ടപ്പെട്ടു, എനിക്ക് അവളെ മതി." അവന്റെ വാക്കുകൾ അമ്മയുടെ നെഞ്ചിൽ തറച്ചു. അമ്മയുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു തുടുത്തു. ആ നിമിഷം അവർക്കിടയിൽ മായ്ക്കാനാവാത്തൊരു വിടവ് വീഴുകയായിരുന്നു. വിവേക് പിന്നെ ഒന്നും പറയാതെ വേഗം റൂമിലേക്ക് പോയി. അമ്മയുടെ പൊട്ടിത്തെറിയും ചോദ്യവുമെല്ലാം വിവേകിന്റെ മനസ്സിനെ വല്ലാതെ അലട്ടി. അവൻ വേഗത്തിൽ തന്റെ മുറിയിലേക്ക് കയറി. അവൻ വാതിൽ വലിച്ചടച്ചു. മുറിയിലെത്തിയപ്പോൾ അവന്റെ ശരീരത്തിലെ പിരിമുറുക്കം ഒരൽപ്പം അയഞ്ഞു. ലോകം മുഴുവൻ തനിക്കെതിരെ നിന്നാലും തന്നെ സ്നേഹിക്കുന്ന ഒരു ലോകം ഈ ഫോണിന്റെ അങ്ങേ അറ്റത്തുണ്ടെന്ന് അവൻ അറിയാമായിരുന്നു. അവൻ ഫോൺ എടുത്ത് സൗമ്യയെ വിളിച്ചു. അധികം കാത്തു നിൽക്കാതെ അവൾ ഫോൺ എടുത്തു. "ഹലോ." സൗമ്യയുടെ ശബ്ദം മൃദുവായിരുന്നു. ഒരു പാവം കുട്ടിയുടെ നിഷ്കളങ്കതയും ചെറിയൊരു പേടിയും അവളുടെ വാക്കുകളിൽ ഉണ്ടായിരുന്നു. നിശ്ചയത്തിനിടെ നടന്ന ചെറിയ അസ്വസ്ഥതകൾ അവൾ തിരിച്ചറിഞ്ഞിരിക്കാം. "എന്താ സൗമ്യയെ, ഒരുപാട് ക്ഷീണിച്ചോ?" വിവേക് ചോദിച്ചു. അമ്മയുടെ കോപത്തിന്റെ ചൂട് മറന്ന് അവന്റെ ശബ്ദം സ്നേഹവും വാത്സല്യവും നിറഞ്ഞ ഒന്നായി മാറി. "ചെറിയൊരു ക്ഷീണമുണ്ട് വിവേകേട്ടാ, സാരമില്ല, വീട്ടിലെത്തി. എല്ലാവരും പിരിഞ്ഞുപോയി. ഏട്ടൻ വിളിക്കാമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ കോൾ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു," സൗമ്യ പറഞ്ഞു. "ഞാനിപ്പോൾ വീട്ടിലെത്തിയതേ ഉള്ളൂ സൗമ്യ." അമ്മയുടെ തർക്കത്തെക്കുറിച്ചൊന്നും പറഞ്ഞ് അവൻ അവളെ വിഷമിപ്പിക്കാൻ നിന്നില്ല.
അവൻ അപ്പോൾ പതിയെ ചിരിച്ചു. എന്നിട്ട് സൗമ്യയെ ആകാംക്ഷയോടെ കേട്ടു. നിശ്ചയമെല്ലാം കഴിഞ്ഞില്ലേ സൗമ്യ? എന്നിട്ട് ഞാൻ നിന്റെ മനസ്സിൽ കയറി പറ്റിയോ എന്ന് ഞാൻ ചോദിച്ചില്ല. എന്നെ ഇഷ്ടായോ? എപ്പോഴും പേടിച്ച് പാവം കുട്ടിയെ പോലെ നിന്നാൽ പോരാ, ഒന്ന് തുറന്നു പറ. എന്നെ കല്യാണം കഴിക്കാൻ നിനക്ക് ശരിക്കും ഇഷ്ടമാണോ? വിവേക് അവളോട് ചോദിച്ചു. അവൾ ഫോണിലൂടെ നാണത്തോടെ ചിരിക്കുന്നത് അവൻ അറിഞ്ഞു. വിവേകേട്ടാ, എന്നോട് ഇങ്ങനെ കളിയാക്കാതെ. അവളുടെ ശബ്ദം നേർത്തു. എനിക്കിഷ്ടമാണ് ഏട്ടനെ. നിശ്ചയം കഴിഞ്ഞപ്പോൾ എന്റെ പേടി കുറച്ചു മാറി. ഇനി എപ്പോഴും ഏട്ടൻ എന്റെ കൂടെ ഉണ്ടാകുമല്ലോ? അവൾ ചോദിച്ചു. ഉണ്ടാകും, എപ്പോഴും ഉണ്ടാകും. നിന്നെ ഒറ്റയ്ക്കാക്കി എവിടേക്കും പോകില്ല ഞാൻ. വിവേക് അവളെ ആശ്വസിപ്പിച്ചു. അവളുടെ ആ പാവം മനസ്സിന്റെ നിഷ്കളങ്കമായ സംസാരം വിവേകിന്റെ എല്ലാ വിഷമങ്ങളും ഇല്ലാതാക്കി. അമ്മയുടെ വാക്കുകൾ എത്ര നിസാരമായിരുന്നു എന്ന് അവൻ അപ്പോൾ മനസ്സിലായി. അവർ സംസാരിക്കുന്നത് തുടർന്നു. നിശ്ചയത്തിലെ രസകരമായ നിമിഷങ്ങളെക്കുറിച്ചും അവൾ കണ്ട സ്വപ്നങ്ങളെക്കുറിച്ചും വിവാഹത്തിന് ശേഷമുള്ള ചെറിയ പ്ലാനുകളെക്കുറിച്ചുമെല്ലാം അവർ സംസാരിച്ചു. അമ്മയുമായി തർക്കിച്ചതിലൂടെ അവനുണ്ടായ മാനസിക പിരിമുറുക്കങ്ങളെല്ലാം സൗമ്യയുടെ മധുരമായ വാക്കുകളിൽ അലിഞ്ഞില്ലാതായി. ആ സംഭാഷണത്തിലൂടെ അവന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളിയുടെ സമയത്ത് അവർ കൂടുതൽ അടുത്തു. സൗമ്യ തന്റെ ജീവിതത്തിലെ ആശ്വാസത്തിന്റെ മറുപാതിയാണെന്നും അമ്മയുടെ വർണ്ണവെറിയേക്കാൾ വലുതാണ് അവളുടെ നിഷ്കളങ്കമായ സ്നേഹമെന്നും അവന് തോന്നി. വിവേകിന്റെയും സൗമ്യയുടെയും സ്നേഹബന്ധം ആ രാത്രിയിലെ ഫോൺ സംഭാഷണത്തിന് ശേഷം കൂടുതൽ ശക്തിപ്പെട്ടു. അമ്മയുടെ എതിർപ്പുകൾക്കിടയിലും അവർ ഫോണിലൂടെയും വീഡിയോ കോളുകളിലൂടെയും പരസ്പരം താങ്ങും തണലുമായി. വിവേക് വിവാഹത്തിനുള്ള ഒരുക്കങ്ങളുമായി മുന്നോട്ടു പോയി. അമ്മയെ അനുനയിപ്പിക്കാൻ അവൻ ശ്രമിച്ചില്ല. കാരണം അവർ വെച്ചു പുലർത്തുന്ന നിറഭേദം എന്ന വിവരമില്ലായ്മ അംഗീകരിക്കാൻ അവൻ തയ്യാറല്ലായിരുന്നു. അവസാനം മാസങ്ങൾ കടന്നുപോയി. എല്ലാ സങ്കീർണതകളെയും അതിജീവിച്ച് അവരുടെ വിവാഹ ദിവസം വന്നെത്തി. ചടങ്ങിനെത്തിയ ബന്ധുക്കളുടെ മുഖങ്ങളിൽ പഴയ അടക്കം പറച്ചിലുകളും ആകാംക്ഷയും വീണ്ടും നിഴലിച്ചു. എന്നാൽ അപ്പോഴേക്കും വിവേകിന്റെ ഉറച്ച നിലപാട് എല്ലാവർക്കും വ്യക്തമായിരുന്നു. വിവാഹം മനോഹരമായി നടന്നു. എന്നാൽ ഒരമ്മ എന്ന നിലയിൽ ചടങ്ങുകളിൽ പങ്കെടുത്തതല്ലാതെ സൗമ്യയോട് ഒരു വാത്സല്യവും കാണിക്കാൻ അവർ തയ്യാറായില്ല. അവരുടെ മുഖത്ത് നിർബന്ധത്തിന് വഴങ്ങിയ ഒരു മൗനം തളം കെട്ടി നിന്നു. മോന്റെ ഈ സന്തോഷം അവർക്ക് സ്വന്തം തോൽവിയായി തോന്നി. വിവാഹം കഴിഞ്ഞ് വിവേകിന്റെ കയ്യിൽ പിടിച്ച് സൗമ്യ പതിയെ വീട്ടുമുറ്റത്തേക്കെത്തി. ഉമ്മറത്ത് അമ്മ കത്തുന്ന ഒരു ദീപവുമായി കാത്തു നിന്നിരുന്നു. എന്നാൽ ആ മുഖത്ത് മരുമകളെ വരവേൽക്കുന്നതിന്റെ യാതൊരു സന്തോഷവും ഉണ്ടായിരുന്നില്ല. ഇത് കണ്ട വിവേക് അമ്മയുടെ അടുത്തേക്ക് ചെന്ന് ശാന്തമായി പറഞ്ഞു. അമ്മ, ഇതൊരു ചടങ്ങാണ്. അമ്മ സന്തോഷത്തോടെ അവളെ സ്വീകരിക്കണം. അമ്മ അപ്പോൾ അവനെ ഒന്ന് നോക്കി. എന്നിട്ട് മൗനമായി ദീപാരാധന നടത്തി. അവർ സൗമ്യയെ നോക്കിയതുപോലും അവഗണനയോടെയായിരുന്നു. കേറി വാ സൗമ്യയെ, വിവേക് അവളോട് സ്നേഹത്തോടെ പറഞ്ഞു. അവന്റെ കൈപിടിച്ച് വലതുകാൽ വെച്ച് പുതിയ വീട്ടിലേക്ക് കയറുമ്പോൾ സൗമ്യയുടെ മനസ്സിൽ നിറഞ്ഞത് സന്തോഷം മാത്രമായിരുന്നു. പുറത്തെ ലോകം തന്നെ എങ്ങനെ അളന്നാലും തന്റെ ഭർത്താവ് തരുന്ന സ്നേഹമാണ് സത്യമെന്ന് അവൾക്കറിയാമായിരുന്നു. അവൾ പതുക്കെ മുന്നോട്ട് നടന്നു. ആ വീടിന്റെ പടിവാതിൽ കടന്നകത്തേക്ക് കയറുമ്പോൾ അവൾ അറിയാതെ അമ്മയെ നോക്കി. അമ്മയുടെ കണ്ണുകൾ സൗമ്യയുടെ നിറത്തിൽ നിന്നും മാറി അവളുടെ കഴുത്തിലെ ചെയിനുകളിലേക്ക് നീണ്ടു. പിന്നെ അവർ വിവേകിനെ നോക്കി. അവരുടെ കണ്ണുകളിൽ അപ്പോഴും തൃപ്തിയില്ലായ്മയുടെ ഒരു കനൽ എരിഞ്ഞിരുന്നു. സൗമ്യയുടെ വലതുകാൽ ആ വീടിന്റെ തറയിൽ പതിഞ്ഞ ആ നിമിഷം ആ വീട്ടിൽ വിവേകിന്റെ ഇഷ്ടം വിജയിച്ച ഒരു പുതിയ അധ്യായം തുടങ്ങുകയായിരുന്നു. അവന്റെ മനസ്സിൽ വല്ലാത്ത സന്തോഷം തോന്നി. എന്നാൽ അമ്മയുടെ മുഖത്തെ മൗനവും കടുപ്പവുമെല്ലാം സൗമ്യയെ ചെറുതായി വിഷമിപ്പിച്ചിരുന്നുവെങ്കിൽ പോലും അവൾ അതൊന്നും വിവേകിനോട് പറഞ്ഞില്ല. എന്നാൽ അത് മനസ്സിലാക്കിയ വിവേക് അവളെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചു. സാരമില്ല സൗമ്യയെ, അമ്മ കുറച്ച് കർക്കശക്കാരിയാണ്. നമ്മൾ ഒരുമിച്ചുണ്ടായാൽ മതി. അമ്മ പതിയെ മാറിക്കോളും, അവൻ സ്നേഹത്തോടെ പറഞ്ഞു. അധികം വൈകാതെ എല്ലാവരും പിരിഞ്ഞുപോയി. വിവേകും സൗമ്യയും അവരുടെ മുറിയിലേക്ക് കടന്നു. പൂക്കളാൽ അലങ്കരിച്ച മുറിയിൽ അവർ മാത്രമായി. തന്റെ പ്രിയപ്പെട്ടവളുടെ കൈപിടിച്ച് അവളെ ബെഡിലിരുത്തി അവളുടെ കയ്യിൽ വിവേക് സ്നേഹത്തോടെ പിടിച്ചു. എല്ലാവർക്കും ഈ വിവാഹത്തോടുള്ള എതിർപ്പുകളും തർക്കങ്ങളും എല്ലാം മറന്ന് അവർ ആ നിമിഷം പരസ്പരം അടുക്കാൻ തുടങ്ങുകയായിരുന്നു. പെട്ടെന്നാണ് ആ വിളി കേട്ടത്. വിവേകേ! അമ്മയുടെ ശബ്ദം അല്പം കട്ടിയുള്ളതായിരുന്നു. ആ വിളി കേട്ടതും വിവേക് സൗമ്യയെ നോക്കി. എന്താണാവോ? അപ്പോൾ വീണ്ടും അമ്മയുടെ ശബ്ദം വന്നു. ഇത്തവണ കൂടുതൽ നേർത്തതും വേദന നിറഞ്ഞതുമായിരുന്നു വിളി. വിവേകേ, എനിക്ക് എന്തോ ഒരു അസ്വസ്ഥത. വിവേക് പെട്ടെന്ന് കട്ടിലിൽ നിന്ന് എഴുന്നേറ്റു. അമ്മേ! അവൻ വാതിൽ തുറന്ന് പെട്ടെന്ന് അമ്മയുടെ മുറിയിലേക്ക് ചെന്നു. സൗമ്യ ഭയത്തോടെ പിന്നാലെ പോയി. റൂമിന്റെ മൂലയിൽ സോഫയിൽ ചാരിയിരുന്ന് നെഞ്ചിൽ കൈവച്ച് അമ്മ ചുമയ്ക്കുന്നുണ്ടായിരുന്നു. അവരുടെ മുഖം വിളറിയിരുന്നു. കണ്ണുകൾ പാതി അടഞ്ഞിരുന്നു. അമ്മ, എന്തു പറ്റി? എന്താ നെഞ്ചുവേദനയാണോ? വിവേക് പരിഭ്രാന്തനായി. മോനെ വിവേകേ, എനിക്ക് ശ്വാസം മുട്ടുന്നു.
നെഞ്ച് തീ പിടിച്ചതുപോലെ അമ്മ കഷ്ടപ്പെട്ടുകൊണ്ട് സംസാരിച്ചു. അവരുടെ ശബ്ദത്തിൽ തന്റെ ലക്ഷ്യം പൂർത്തിയാക്കാൻ ശ്രമിക്കുന്ന ഒരു അഭിനേത്രി ഒളിഞ്ഞു കിടന്നിരുന്നു. എന്നാൽ വിവേകിന്റെ കണ്ണുകൾക്ക് ആ സത്യം തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. ഹോസ്പിറ്റലിൽ പോകണം, വേഗം, വിവേക് പരിഭ്രാന്തനായി പറഞ്ഞു. അവൻ വേഗം കാറിന്റെ താക്കോലെടുത്തു. സൗമ്യ ആകെ പേടിച്ചു പോയിരുന്നു. ഏട്ടാ, ഞാൻ എന്ത് ചെയ്യണം? മരുമോൾ ഇവിടെ നിന്നോളൂ, ഞങ്ങൾ പോയിട്ട് വരാം, നീ ടെൻഷൻ ആകണ്ട, അമ്മ അതിനിടക്ക് സൗമ്യയോട് പറഞ്ഞു. വേണ്ട, നീയും കൂടെ വാ, ഇവിടെ ഒറ്റക്ക് നിൽക്കണ്ട, ആദ്യത്തെ ദിവസമല്ലേ, പേടി കാണും, വിവേക് ഇടറിയ സ്വരത്തിൽ പറഞ്ഞു. വിവേകിന്റെ ശ്രദ്ധയിൽ നിന്ന് സൗമ്യയെ അകറ്റുക എന്നതായിരുന്നു അമ്മയുടെ ലക്ഷ്യം. എന്നാൽ അവൻ അതിന് സമ്മതിച്ചില്ല. വാ സൗമ്യയെ, വിവേക് അവളെ വീണ്ടും നിർബന്ധിച്ചു. അങ്ങനെ അവരുടെ ആദ്യ രാത്രി സ്വപ്നം കണ്ട മുറിയിലെ പൂക്കളുടെ സുഗന്ധം മായും മുമ്പേ വിവേക് ഭാര്യയെയും രോഗമില്ലാത്ത അമ്മയെയും കൊണ്ട് കാറിൽ കയറി. വിവാഹത്തിന്റെ ആലസ്യത്തിൽ നിന്നും നേരെ നെഞ്ചുവേദനയുടെ പേരിൽ ആശുപത്രിയുടെ കോറിഡോറിലേക്ക് സൗമ്യ നിസ്സഹായയായി കാറിന്റെ പിന്നിലിരുന്നു. അമ്മയുടെ മുഖത്തെ വേദന കണ്ട് പേടിക്കണോ അതോ തങ്ങളുടെ ആദ്യ രാത്രി തകർത്തെറിഞ്ഞതിൽ സങ്കടപ്പെടണോ എന്നറിയാതെ ആ പാവം കുട്ടി കുഴങ്ങി. അമ്മയുടെ ഉള്ളിൽ ഒരു ചിരി വിടർന്നു. നീ എന്റെ മോനെ അത്ര പെട്ടെന്ന് സ്വന്തമാക്കണ്ട, നീ അവന്റെ കൂടെ കിടക്കുന്നത് എനിക്കൊന്ന് കാണണം, അമ്മ മനസ്സിൽ പറഞ്ഞു. കാർ വേഗത്തിൽ ആശുപത്രിയുടെ ഗേറ്റിലേക്ക് പാഞ്ഞെത്തി. നെഞ്ചുവേദനയുമായി വന്നതുകൊണ്ട് അമ്മയെ ഉടൻ തന്നെ അത്യാഹിത വിഭാഗത്തിലേക്ക് മാറ്റി. വിവേക് ഡോക്ടറെ കാണാൻ വെപ്രാളത്തോടെ കാത്തുനിന്നു. സൗമ്യ ഭയന്ന് വിറച്ച് ഒരു മൂലയിൽ നിസ്സഹായയായിരുന്നു. പരിശോധനകൾക്ക് ശേഷം വിവേക് ആകാംക്ഷയോടെ ഡോക്ടറുടെ മുറിയിലേക്ക് ചെന്നു. എന്താ ഡോക്ടർ, എന്റെ അമ്മയ്ക്ക് സീരിയസ് ആയ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? വിവേക് ചോദിച്ചു. ഡോക്ടർ ചിരിച്ചു. ഫയലിൽ നിന്നും കണ്ണെടുത്ത് വിവേകിനെ നോക്കി. ഒന്നുകൊണ്ടും പേടിക്കാനില്ല, ഞങ്ങൾ എല്ലാ ടെസ്റ്റുകളും എടുത്തു, ECG നോക്കി, രക്തപരിശോധന നടത്തി, ഹാർട്ടിന് യാതൊരു കുഴപ്പവും കാണുന്നില്ല. വിവേക് അപ്പോൾ ആശ്ചര്യത്തോടെ ചോദിച്ചു. പിന്നെ ഈ വേദന വന്നതോ? അതൊരു പക്ഷേ ശക്തമായ ഗ്യാസിന്റെ വേദനയായിരിക്കാം, അല്ലെങ്കിൽ വലിയ മാനസിക സമ്മർദ്ദം. മരുന്ന് എഴുതി തരാം, കുറച്ചു നേരം കൂടി എന്തായാലും ഇവിടെ അഡ്മിറ്റ് ചെയ്ത് കിടക്കട്ടെ, ഒരു നിരീക്ഷണത്തിൽ ഇരിക്കുന്നത് നല്ലതാണ്, ഡോക്ടർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഡോക്ടറുടെ ആ വാക്കുകൾ കേട്ടപ്പോൾ വിവേകിന് ഒരേ സമയം സമാധാനവും നേരിയ സംശയവും തോന്നി. അമ്മയുടെ അഭിനയം അവന്റെ മനസ്സിൽ ഒരു മിന്നായം പോലെ കടന്നുപോയി. എങ്കിലും അവൻ ആശ്വാസത്തോടെ നെടുവീർപ്പിട്ടു. അമ്മയെ റൂമിലേക്ക് മാറ്റി. അമ്മ അവിടെ കിടന്നുകൊണ്ട് വിവേകിനോട് വിഷമം അഭിനയിച്ച് സംസാരിച്ചു. മോൻ വിഷമിക്കണ്ട, ഞാൻ ഇവിടെ കിടന്നോളാം, എനിക്ക് കൂട്ടിന് ഇവളുണ്ടല്ലോ, നീ പോയി അപ്പുറത്തെങ്ങാനും സുഖമായി കിടന്നോളൂ. അതായിരുന്നു അമ്മയ്ക്ക് വേണ്ടതും. ഇല്ലമ്മേ, ഞാൻ ഇവിടെ തന്നെ ഇരുന്നോളാം, സൗമ്യയെ തനിച്ചാക്കി പോകുന്നത് ശരിയല്ലല്ലോ, വിവേക് പറഞ്ഞു. വിവേക് അപ്പോൾ മുറിയിൽ നിന്നിറങ്ങി സൗമ്യയുടെ അടുത്തേക്ക് ചെന്നു. അവളുടെ കണ്ണുകളിൽ പേടി മാറിയിരുന്നില്ല. സൗമ്യയെ പേടിക്കാനൊന്നുമില്ല, ഡോക്ടർ പറഞ്ഞു ഗ്യാസിന്റെ പ്രശ്നമാണെന്ന്. നമ്മൾ രണ്ടും ആവശ്യമില്ലാതെ ടെൻഷൻ അടിച്ചു. അവൻ അവളുടെ തോളിൽ സ്നേഹത്തോടെ കൈവച്ചു. ഏട്ടൻ നന്നായി പേടിച്ചുപോയി. സൗമ്യയുടെ ശബ്ദം നേർത്തു. അമ്മയല്ലേ, പേടിക്കാതിരിക്കാൻ പറ്റുമോ? വാ, ഇവിടെ ഇരുന്നിട്ട് കാര്യമില്ല, സമയവും ഒരുപാട് വൈകി, നമുക്ക് ക്യാന്റീനിലേക്ക് പോകാം, നിനക്കെന്തെങ്കിലും കഴിക്കാൻ തോന്നുന്നുണ്ടോ? അവൻ ചോദിച്ചു. സൗമ്യ തലയാട്ടി. അവൻ അവളെ ക്യാന്റീനിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ ഒഴിഞ്ഞൊരിടത്ത് അവരിരുന്നു. വിവേക് 2 കപ്പ് ചൂടുള്ള ചായ ഓർഡർ ചെയ്തു. നമ്മൾ വീട്ടിൽ നിന്നിറങ്ങിയിട്ട് എത്ര നേരമായെന്നറിയാമോ? നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാത്രി ഇങ്ങനെ ഹോസ്പിറ്റലിലാകുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. വിവേക് ചിരിക്കാൻ ശ്രമിച്ചു. വിവേക് ചായ സൗമ്യയുടെ നേർക്ക് നീട്ടി. അവൾ ചായക്കപ്പ് കയ്യിൽ വാങ്ങി. ആ ചൂട് അവളുടെ വിരലുകളിലേക്ക് മാത്രമല്ല മനസ്സിലേക്കും പടർന്നു. നമ്മൾ ഒരുമിച്ചിരിക്കുന്ന ഈ സമയം മതിയേട്ടാ, പിന്നെ അമ്മയ്ക്കൊന്നും സംഭവിച്ചില്ലല്ലോ, ആ സമാധാനവുമുണ്ട്, സൗമ്യ പറഞ്ഞു. വിവേക് അപ്പോൾ അവളെ തന്നെ നോക്കി. അവൻ അത്രയ്ക്കിഷ്ടമായിരുന്നു അവളെ. ഈ ചായക്ക് വീട്ടിലെ ചായയേക്കാൾ ടേസ്റ്റ് തോന്നുന്നല്ലേ, വിവേക് പതുക്കെ പറഞ്ഞു. സൗമ്യ ഒന്ന് മൂളി. ചൂടുള്ള ചായയുടെയും പരസ്പരമുള്ള സംഭാഷണത്തിന്റെയും ആശ്വാസത്തിൽ സൗമ്യയുടെയും വിവേകിന്റെയും മനസ്സ് ശാന്തമായി. ഹോസ്പിറ്റൽ മുറിയുടെ തണുപ്പും അമ്മയുടെ അഭിനയവും താൽക്കാലികമായി അവർ മറന്നു. നമുക്ക് അമ്മയ്ക്കൊരു ചായ വാങ്ങിക്കൊണ്ടു പോയാലോ? സൗമ്യ ചോദിച്ചു. വാങ്ങിക്കാം, വിവേക് പറഞ്ഞു. അവർ അമ്മയ്ക്ക് വേണ്ടി ഒരു ചായ കൂടി വാങ്ങി. എന്നിട്ട് പതിഞ്ഞ കാൽവെപ്പുകളോടെ മുന്നോട്ട് നടന്നു. ആശുപത്രിയിലെ കോറിഡോറുകൾ പൊതുവെ നിശബ്ദമാണ്. ആ സമയം രാത്രി ഏറെ വൈകിയതുകൊണ്ട് പല വിളക്കുകളും അണച്ചിരുന്നു. അവർ നടന്നുപോയ വഴിയിൽ OP വിഭാഗത്തിന്റെ ഭാഗത്തായി ഒരു ഇരുട്ടുള്ള സ്ഥലം കടന്നുപോയിരുന്നു. അവിടെ ആളനക്കമോ വെളിച്ചമോ ഉണ്ടായിരുന്നില്ല. ആ മങ്ങിയ വെളിച്ചവും ആ നിമിഷം അവർ അനുഭവിച്ച ഏകാന്തതയും അവർക്കിടയിലെ സ്നേഹത്തെ വീണ്ടും ഉണർത്തി. അമ്മയുടെ എതിർപ്പുകൾ, സമൂഹത്തിന്റെ കുറ്റപ്പെടുത്തലുകൾ, പാതി വഴിയിൽ തകർന്നുപോയ ആദ്യ രാത്രി, ഇവയെല്ലാം ചേർന്ന് വിവേകിന്റെ മനസ്സിൽ ഒരു വികാരം തിരതല്ലി. ഈ ലോകം എത്രത്തോളം അവരെ അകറ്റാൻ ശ്രമിച്ചാലും അവൻ അവളെ മുറുകെ പിടിക്കേണ്ടതുണ്ട്. അവന്റെ സ്നേഹമാണ് അവൾക്കുള്ള ഏക സത്യം. അവൻ പെട്ടെന്ന് നടപ്പ് നിർത്തി. എന്തുപറ്റി വിവേകേട്ടാ? സൗമ്യ സംശയത്തോടെ ചോദിച്ചു.
വിവേക് അപ്പോൾ അവളുടെ കയ്യിൽ മുറുകെ പിടിച്ചു. ആരും കാണാനില്ലാത്ത ആ ഇരുട്ടിൽ അവൻ അവളുടെ മുഖം ഇരു കൈകളാലും കോരിയെടുത്തു. അവന്റെ കണ്ണുകൾ സ്നേഹത്താലും ദൃഢനിശ്ചയത്താലും തിളങ്ങി. ഈ ലോകം മുഴുവൻ നിന്നെ വേണ്ടെന്ന് പറഞ്ഞാലും എന്റെ ജീവിതം നീയാണ് സൗമ്യേ, അവൻ മനസ്സിൽ പറഞ്ഞു. എനിക്ക് നിന്നെ വേണം മോളെ, ഇവിടെ ഈ നിമിഷം എന്റെ സ്വന്തമായിട്ട്. അവൻ അവളുടെ മറുപടിക്കായി കാത്തു നിൽക്കാതെ അവളുടെ ചുണ്ടിൽ ശക്തമായി അമർത്തി ഉമ്മ വെച്ചു. അപ്രതീക്ഷിതമായ ആ വാത്സല്യ പ്രകടനത്തിൽ സൗമ്യ ഞെട്ടിപ്പോയെങ്കിലും അവൾ പതിയെ അവന്റെ കൈകളിൽ പിടിച്ചു. ആ ഉമ്മയിൽ അവന്റെ ദേഷ്യവും നിസ്സഹായതയും അമ്മയോടുള്ള എതിർപ്പും അവളോടുള്ള അഗാധമായ സ്നേഹവും എല്ലാം കലർന്നിരുന്നു. അവളുടെ ചുണ്ടുകൾ അവന്റെ ചുണ്ടുകൾക്കിടയിൽ അമർന്നു. ആ ആശുപത്രിയുടെ ഇരുളിൽ അവർ പരസ്പരം കൂടുതൽ അറിഞ്ഞു. വിവേക് അവളുടെ മുഖം കൈകളിലെടുത്ത് സ്നേഹത്തോടെയും ദൃഢതയോടെയും അവളുടെ ചുണ്ടിൽ അമർത്തി ഉമ്മ വെച്ചു. ഈ ലോകത്തെ എല്ലാ എതിർപ്പുകൾക്കും മറുപടിയായിരുന്നു ആ ചുംബനം. ആ നിമിഷം സൗമ്യ മറ്റൊന്നും ചിന്തിച്ചില്ല. ചുറ്റുമുള്ള ആശുപത്രിയുടെ തണുപ്പും ഏകാന്തതയും മാഞ്ഞുപോയി. അവൾ വിവേകിന്റെ കൈകളിൽ ശക്തിയായി പിടിച്ചു. വികാരത്തിന്റെ വേലിയേറ്റത്തിൽ അവളുടെ ഹൃദയം വല്ലാതെ മിടിക്കാൻ തുടങ്ങി. ആ മിടിപ്പ് സ്വന്തം നെഞ്ചിൽ മാത്രമല്ല, വിവേകിന്റെ നെഞ്ചിലും അവൾക്ക് കേൾക്കാമായിരുന്നു. പരസ്പരം ചേർന്നു നിന്നപ്പോൾ അവരുടെ ശരീരങ്ങൾ തമ്മിൽ അടുത്തു. അവളുടെ മാറുകൾ അവന്റെ നെഞ്ചോട് ചേർന്നു. അവൾ അറിയാതെ അവനോട് കൂടുതൽ ഒട്ടിച്ചേർന്നു നിന്നു. അവന്റെ സാമീപ്യം നൽകുന്ന സുരക്ഷിതത്വത്തിൽ അവൾ അലിഞ്ഞു ചേർന്നു. അല്പനേരത്തിനു ശേഷം വിവേക് അവളെ വിട്ടു. അവന്റെ കണ്ണുകളിൽ നനവുണ്ടായിരുന്നു. സൗമ്യയുടെ കവിളുകൾ തുടുത്തു. അവളുടെ കണ്ണുകൾ തിളങ്ങി. ചുംബനത്തിന്റെ തീവ്രതയിൽ സൗമ്യയുടെ ചുരിദാറിന്റെ ടോപ്പ് ഒരൽപ്പം അയഞ്ഞിരുന്നു. അവൻ അവളുടെ മുഖത്തു നിന്നും ചുണ്ടിൽ നിന്നും അകന്നപ്പോൾ അവളെ ശ്രദ്ധിച്ചു. ടോപ്പ് ഷോൾഡറിൽ നിന്നും മാറിയതിനാൽ പുറത്തേക്ക് കാണുന്ന ബ്രായുടെ ഒരു വള്ളി നേരിയ ഇരുട്ടിലും വിവേക് കണ്ടു. വാത്സല്യം നിറഞ്ഞ ചിരിയോടെ അവൻ മറ്റൊന്നും ശ്രദ്ധിക്കാതെ അവളുടെ തോളിൽ നിന്നും അയഞ്ഞുപോയ ആ വള്ളി പതിയെ എടുത്ത് ടോപ്പിനകത്തേക്ക് നേരെ ആക്കി വെച്ചു കൊടുത്തു. നീ എന്റെയാണ്, അവൻ അവളുടെ കാതിൽ മെല്ലെ പറഞ്ഞു. എന്റെ മാത്രം. ആ ചെറിയ പ്രവൃത്തിയിൽ പോലും വിവേക് അവളോട് കാണിച്ച സ്നേഹവും കരുതലും അവകാശവും സൗമ്യ അറിഞ്ഞു. അവന്റെ കൈകളിൽ താൻ എത്രമാത്രം സുരക്ഷിതയാണെന്ന് അവൾക്ക് തോന്നി. ശേഷം അമ്മയ്ക്കുള്ള ചായയുമായി അവർ മുറിയുടെ അടുത്തേക്ക് നടന്നു. മുറിയുടെ വാതിൽ പാതി തുറന്നു കിടക്കുകയായിരുന്നു. അകത്തുനിന്ന് അമ്മയുടെ ശബ്ദം നേർത്ത് കേട്ടു. വിവേക് വാതിലിനടുത്തെത്തിയപ്പോൾ എന്തോ സംഭാഷണം കേട്ട് അവനും സൗമ്യയും അബദ്ധവശാൽ ഒന്നു നിന്നു. അവർ ചായയുമായി വാതിൽക്കൽ നിൽക്കുമ്പോൾ അമ്മയുടെ വാക്കുകൾ വ്യക്തമായി പുറത്തേക്ക് ഒഴുകിയെത്തി. ഡോക്ടർ, ഞാൻ പറഞ്ഞില്ലേ, എന്റെ നെഞ്ച് ഭയങ്കരമായി വേദനിക്കുന്നു. ഗ്യാസ് ഒന്നും ആവില്ല. നിങ്ങൾ വെറുതെ പറയുന്നതാണ്. നിങ്ങൾക്ക് എന്നെ കുറച്ചു ദിവസം ഇവിടെ കിടത്താൻ പറ്റുമോ? അമ്മയുടെ ശബ്ദത്തിൽ ഒരു തരം യാചനയും നിർബന്ധ ബുദ്ധിയും ഉണ്ടായിരുന്നു. നോക്കൂ അമ്മേ, ഡോക്ടറുടെ ശബ്ദം ശാന്തമായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കാര്യമായ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. വെറുതെ എന്തിനാണ് ആശുപത്രിയിൽ കിടക്കുന്നത്? വീട്ടിൽ പോയി വിശ്രമിക്കുന്നതാണ് നല്ലത്. ഇത് കേട്ടപ്പോൾ അമ്മയുടെ ശബ്ദത്തിൽ നിരാശ നിറഞ്ഞു. അവർ ശബ്ദം കുറച്ച് എന്നാൽ ദേഷ്യത്തോടെ ഡോക്ടറോട് സംസാരിച്ചു. ഡോക്ടർക്ക് എന്റെ വിഷമം മനസ്സിലാകുന്നില്ല. എന്റെ മോന്റെ കല്യാണം ഇന്ന് കഴിഞ്ഞതേയുള്ളൂ. അവന്റെ ഇഷ്ടം മാത്രം നോക്കി എന്റെ ഇഷ്ടമില്ലാതെ കെട്ടിയതാ. ആ പെണ്ണ് നല്ല കറുത്തിട്ടാണ് ഡോക്ടർ. അവന് തീരെ ചേർച്ചയില്ല. അവളെ കണ്ടാൽ നാട്ടുകാര് കളിയാക്കും. കുറച്ചു ദിവസം ഇവിടെ കിടന്നാൽ എനിക്ക് അവരുടെ ആദ്യ രാത്രി ഒന്ന് മുടക്കാം. പിന്നെ പതിയെ എങ്ങനെയാലും അവരെ അകറ്റാം. എന്റെ കുഞ്ഞിന്റെ നല്ല ജീവിതത്തിന് വേണ്ടിയാ. എനിക്ക് അവളെ ഒട്ടും ഇഷ്ടമല്ല. അമ്മയുടെ ഓരോ വാക്കും ഒരു ചുറ്റിക പോലെ വിവേകിന്റെ നെഞ്ചിൽ ആഞ്ഞടിച്ചു. അവന്റെ കണ്ണുകൾ ദേഷ്യത്താൽ വിടർന്നു. സൗമ്യയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അമ്മയുടെ രോഗം വെറും ഒരു നാടകം മാത്രമായിരുന്നുവെന്ന് അവർ ആ നിമിഷം മനസ്സിലാക്കി. ഡോക്ടറുടെ ശബ്ദം പെട്ടെന്നുയർന്നു. അദ്ദേഹം ദേഷ്യം നിയന്ത്രിക്കാൻ ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടു. നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? നിങ്ങളുടെ മരുമകളുടെ നിറത്തിന്റെ പേരിൽ നിങ്ങൾ നെഞ്ചുവേദന അഭിനയിച്ച് ഹോസ്പിറ്റലിൽ കിടക്കുകയാണോ? നിങ്ങൾക്ക് നാണമുണ്ടോ ഇങ്ങനെ സംസാരിക്കാൻ? ഇതൊരാശുപത്രിയാണ്. ഓരോ രോഗികൾക്കും ചികിത്സ അത്യാവശ്യമായിട്ടുള്ള സമയമാണിത്. നിങ്ങളുടെ ഈ മണ്ടത്തരങ്ങൾ കേട്ട് സമയം കളയാൻ എനിക്ക് സൗകര്യമില്ല. ഉടൻ ഡിസ്ചാർജ് വാങ്ങി വീട്ടിൽ പോകണം. നിങ്ങൾക്ക് വേണ്ടത് ചികിത്സയല്ല, മറിച്ചൊരു മനോരോഗ വിദഗ്ധന്റെ സഹായമാണ്. നിങ്ങൾ ഈ കാണിക്കുന്നത് വലിയ ക്രൂരതയാണ്. ഡോക്ടറുടെ രോഷം നിറഞ്ഞ വാക്കുകൾ കേട്ട് അമ്മ ഞെട്ടിപ്പോയി. വാതിൽക്കൽ വിവേക് കയ്യിലുണ്ടായിരുന്ന ചായക്കപ്പ് നിലത്ത് വീഴാതെ കഷ്ടപ്പെട്ടു പിടിച്ചു. അവന്റെ മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകി. അവന്റെ കണ്ണുകളിൽ അഗ്നിയുണ്ടായിരുന്നു. സൗമ്യയുടെ കണ്ണുകൾ നിർത്താതെ നിറഞ്ഞൊഴുകി. അവളുടെ മനസ്സിൽ അപമാനവും തീവ്രമായ സങ്കടവും നിറഞ്ഞു. വിവേക് സൗമ്യയുടെ കയ്യിൽ മുറുകെ പിടിച്ചു. അവരുടെ കണ്ണുകൾ പരസ്പരം സംസാരിച്ചു. അവന്റെ കണ്ണുകൾ അപ്പോൾ സൗമ്യയോട് പറയാതെ പറഞ്ഞു, ഞാൻ നിന്റെ കൂടെയുണ്ട്. വിവേക് പതിയെ വാതിൽ തുറന്നകത്തേക്ക് കയറി. അമ്മേ! അവന്റെ വിളിയിൽ സ്നേഹത്തിന്റെയോ വാത്സല്യത്തിന്റെയോ ഒരംശവും ഉണ്ടായിരുന്നില്ല. തീവ്രമായ നിരാശയും കടുത്ത ദേഷ്യവും മാത്രമായിരുന്നു. പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയ അമ്മ വാതിൽക്കൽ കണ്ണു നിറഞ്ഞ സൗമ്യയോടൊപ്പം നിൽക്കുന്ന വിവേകിനെ കണ്ട് ഞെട്ടിവിറച്ചു. അവർക്കൊന്നും പറയാൻ കഴിഞ്ഞില്ല.
വിവേക് മുറിയിലേക്ക് നടന്നു. അവന്റെ മുഖത്തെ ദേഷ്യം കണ്ട് അമ്മ അറിയാതെ കട്ടിലിൽ പിന്നോട്ട് വലിഞ്ഞു. ഡോക്ടർ, വിവേക് ഡോക്ടറെ നോക്കി. ക്ഷമിക്കണം, നിങ്ങളുടെ സമയം കളഞ്ഞതിന് ഞാൻ നിങ്ങളോടും ഈ ഹോസ്പിറ്റലിനോടും മാപ്പ് ചോദിക്കുന്നു. ശേഷം അവൻ അമ്മയുടെ നേർക്ക് തിരിഞ്ഞു. ഞാൻ നിങ്ങളോട് എത്ര തവണ പറഞ്ഞിട്ടുണ്ടമ്മേ, എന്റെ പെണ്ണിന്റെ നിറം എനിക്കൊരു പ്രശ്നമല്ലെന്ന്. അമ്മ ഇതെന്താ തമാശ കളിക്കുകയാണോ? ഒരു പാവം കുട്ടിയുടെ ജീവിതം തകർക്കാനും എന്റെ സന്തോഷം ഇല്ലാതാക്കാനും വേണ്ടി നെഞ്ചുവേദന അഭിനയിച്ച് ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഒരമ്മ, ഇതാണോ നിങ്ങൾ എനിക്ക് തരുന്ന വാത്സല്യം? വിവേകിന്റെ ശബ്ദം വിറച്ചു, കണ്ണുകൾ നിറഞ്ഞു. എന്റെ കല്യാണരാത്രി നിങ്ങൾ തകർത്തു. വെറും അഹങ്കാരവും വിവേകമില്ലായ്മയും വർണ്ണവെറിയും മാത്രമാണ് നിങ്ങൾക്ക്. ഒരുമാതിരി വൃത്തികെട്ട സ്വഭാവം. അമ്മ തലകുനിച്ചു. നാണക്കേടുകൊണ്ട് ഒരക്ഷരം പറയാൻ കഴിഞ്ഞില്ല. ഇത് കേട്ട് ഡോക്ടർക്ക് ദേഷ്യമടക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അദ്ദേഹം രോഷത്തോടെ അമ്മയുടെ നേർക്ക് തിരിഞ്ഞു. നിങ്ങൾ സ്വന്തം മകന്റെ സന്തോഷം ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഒരു സ്ത്രീയാണ് നിങ്ങളുടെ ഒരു ചിന്താഗതി. സമ്മതിച്ചു തന്നിരിക്കുന്നു. മോന്റെ ഭാര്യ കറുത്തതാണെന്ന് പറഞ്ഞ് ആരെങ്കിലും ഇങ്ങനെ ചെയ്യുമോ? കാലം ഇത്ര മുൻപോട്ട് പോയിട്ടും നിങ്ങളെപ്പോലുള്ളവർ ഇങ്ങനെ പെരുമാറിയാൽ കഷ്ടം തന്നെ. ഉടൻ തന്നെ ഡിസ്ചാർജ് ചെയ്തി തരാം. എത്രയും വേഗം വീട്ടിലേക്ക് പോകാൻ നോക്കൂ, ഡോക്ടർ കർശനമായി പറഞ്ഞു. അമ്മ കരഞ്ഞുകൊണ്ട് വിവേകിനെ നോക്കി. എന്നാൽ വിവേക് അപ്പോൾ സൗമ്യയുടെ അടുത്തേക്ക് ചെന്നു. അവളുടെ കണ്ണുനീർ തുടച്ചു മാറ്റി. ആ മുറിയിൽ വെച്ച് ഡോക്ടറുടെയും അമ്മയുടെയും കൺമുന്നിൽ വെച്ച് വിവേക് സൗമ്യയെ തന്റെ നെഞ്ചോട് ചേർത്ത് നിർത്തി ശക്തിയായി കെട്ടിപ്പിടിച്ചു. തന്റെ സ്നേഹം പ്രകടിപ്പിക്കാൻ അവൻ ഇനി ഒളിച്ചിരിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. വിവേക് സൗമ്യയെ നെഞ്ചോട് ചേർത്ത് പിടിച്ച ശേഷം അവളുടെ കൈപിടിച്ച് വാതിൽക്കലേക്ക് നടന്നു. വാതിൽക്കലെത്തിയപ്പോൾ അവൻ ഒരൽപ്പം നിന്നു. നമുക്ക് പോകാം സൗമ്യയെ, അവൻ ദേഷ്യം അടക്കിക്കൊണ്ട് പറഞ്ഞു. അപ്പോൾ നിസ്സഹായതയുടെയും ഉത്കണ്ഠയുടെയും ഒരു നേരിയ അംശം സൗമ്യയുടെ മനസ്സിൽ ഉടലെടുത്തു. എങ്കിലും അവൾ പതിയെ ചോദിച്ചു, ഏട്ടാ, നമ്മൾ അമ്മയെ കൂട്ടണ്ടേ? വേണ്ട, ഡോക്ടർ ഡിസ്ചാർജ് ചെയ്തിട്ടുണ്ടല്ലോ. നേരം വെളുത്താൽ വല്ല ബസ്സും പിടിച്ചു വന്നോളും. വിവേക് അവളുടെ നേർക്ക് തിരിഞ്ഞു. അവന്റെ കണ്ണുകളിൽ അപ്പോൾ ദേഷ്യമല്ല, മറിച്ച് തന്റെ അമ്മയോടുള്ള അകൽച്ച മാത്രമായിരുന്നു. ഏട്ടാ, എന്നാലും, സൗമ്യ വീണ്ടും പറഞ്ഞു. വേണ്ട സൗമ്യയെ, അവൻ തറപ്പിച്ചു പറഞ്ഞു. ഞാൻ കല്യാണത്തിന് മുൻപ് ഈ തള്ളയോട് എത്ര തവണ പറഞ്ഞു നോക്കിയതാണെന്ന് അറിയോ നിനക്ക്? എനിക്ക് നിന്നെ അത്രയ്ക്ക് ഇഷ്ടമായിട്ടാണെന്ന് സ്നേഹത്തോടെയും ദേഷ്യത്തോടെയും എല്ലാം പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കി. ഇനി എനിക്കിതിന് വയ്യ, വിവേക് പറഞ്ഞു. ഏട്ടാ, നമ്മളിങ്ങനെ പോയാൽ? വേണ്ട, നീ ഞാൻ പറഞ്ഞത് കേൾക്ക്. വേണ്ട. അവന്റെ വാക്കുകൾ ദൃഢമായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, നേരം വെളുത്തിട്ട് വല്ല ബസ്സിനും തൂങ്ങി പിടിച്ച് വന്നോട്ടെ. സ്വന്തമായി വരാൻ അറിയാലോ. രോഗമില്ലെന്ന് ഡോക്ടർക്ക് പോലും മനസ്സിലായില്ലേ. അപ്പൊ പിന്നെ നമ്മൾ എന്തിനു വെറുതെ തോന്നിയ നാടകത്തിന് കൂട്ടു നിൽക്കണം? വിവേക് തന്റെ തീരുമാനം പറഞ്ഞ ശേഷം ഒരു നിമിഷം അമ്മയെ കിടത്തിയ മുറിയിലേക്ക് നോക്കി. അമ്മ കട്ടിലിൽ നിശബ്ദയായി തലകുനിച്ചിരിക്കുകയായിരുന്നു. അമ്മ ഇവിടെ കിടന്നോ, ഞങ്ങൾ പോവാണ്. വീട്ടിൽ പോയി ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ കാര്യം പറഞ്ഞോളാം. മരുമോളെ വേണ്ടെന്ന് വെച്ച് നെഞ്ചുവേദന അഭിനയിച്ചതിന്റെ കഥ ഞാൻ വീട്ടിൽ മാത്രമല്ല പുറത്തും പറയുന്നതിൽ എനിക്ക് യാതൊരു മടിയുമില്ല. എല്ലാവരെയും ഞാൻ അറിയിച്ചോളാം. എല്ലാവരും അറിയട്ടെ. അമ്മയുടെ ആ നാടകത്തിന് വിവേക് നൽകിയ ശിക്ഷയായിരുന്നു അത്. ഏറ്റവും അധികം മാനം നോക്കുന്ന അമ്മയെ പരസ്യമായി നാണക്കേടിൽ നിർത്തുക. വിവേക് സൗമ്യയുടെ കൈപിടിച്ച് ആ ആശുപത്രിയുടെ കോറിഡോറിലൂടെ കാറിനടുത്തേക്ക് നടന്നു. വിവേകും സൗമ്യയും അവരുടെ വീട്ടിലേക്ക് മടങ്ങിയെത്തി. മുറിയിലെത്തിയപ്പോഴും നേരത്തെ തകർന്നുപോയ ആ ആദ്യരാത്രിയുടെ ഓർമ്മകൾ അവരെ നോക്കി ചിരിക്കുന്നുണ്ടായിരുന്നു. വിവേക് വാതിലടച്ച് സൗമ്യയുടെ അരികിലേക്ക് ചെന്നു. അവൻ അവളെ ചേർത്തു പിടിച്ച് നെറ്റിയിൽ ഉമ്മ വെച്ചു. പോയതൊന്നും നമുക്ക് തിരിച്ചു പിടിക്കാൻ കഴിയില്ല സൗമ്യയെ. പക്ഷേ ഈ നിമിഷം മുതൽ ഇനിയുള്ള ഓരോ നിമിഷവും നീ എനിക്ക് വേണ്ടി മാത്രമുള്ളതാണ്, അവൻ മൃദുവായി പറഞ്ഞു. വിവേക് അവളെ കട്ടിലിൽ ഇരുത്തി സ്വന്തം കൈകൊണ്ട് അവളെ തന്റെ അരികിൽ കിടത്തി. എന്നിട്ട് പൂക്കളാൽ അലങ്കരിച്ച കട്ടിലിലെ പുതിയ പുതപ്പെടുത്ത് അവളെ പുതപ്പിച്ചു. പതിയെ അവളെ തട്ടി ഉറക്കാൻ തുടങ്ങി. വിവേകേട്ട, അമ്മ നാളെ വരുമ്പോൾ എന്തുണ്ടാകുമോ ആവോ? പേടി മാറിയിട്ടും സൗമ്യയുടെ വാക്കുകളിൽ ഒരു നേരിയ ഉത്കണ്ഠയുണ്ടായിരുന്നു. വിവേക് അപ്പോൾ അവളുടെ കയ്യിൽ മുറുകെ പിടിച്ചു. അവന്റെ കണ്ണുകളിൽ സ്നേഹത്തിന്റെയും ഉറപ്പിന്റെയും തിളക്കമുണ്ടായിരുന്നു. അമ്മ എങ്ങനെ പെരുമാറിയാലും ഇനി എത്ര നാടകം കളിച്ചാലും ഞാൻ നിന്റെ കൂടെ ഉണ്ടാകും, എപ്പോഴും. നീ അതോർത്ത് വിഷമിക്കേണ്ട. അതുപോരെ നിനക്ക്? എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഇഷ്ടം ഇപ്പോൾ നീയാണ്. ആ സത്യത്തിന് മുകളിൽ അമ്മയുടെ കള്ളക്കളിയോ വാശിയോ ഒരിക്കലും വരില്ല. അവന്റെ വാക്കുകൾ സൗമ്യയുടെ മനസ്സിൽ വലിയൊരാശ്വാസം നൽകി. അവൾ കുറച്ചു നേരത്തേക്കൊന്നും പറഞ്ഞില്ല. എന്നാൽ ആ നിശബ്ദത അധികം നീണ്ടു നിന്നില്ല. അവർ പരസ്പരം അടുക്കേണ്ടവരായിരുന്നു. വിവേക് പതിയെ അവളെ തട്ടിയുറക്കുന്നത് നിർത്തി. അവളുടെ മുഖം അവന്റെ കയ്യിലെടുത്തു. അവരുടെ കണ്ണുകൾ തമ്മിൽ കോർത്തു. വിവാഹത്തിന്റെയും ദാമ്പത്യത്തിന്റെയും പ്രണയത്തിന്റെയും എല്ലാ ഇഷ്ടവും ആ നോട്ടത്തിൽ നിറഞ്ഞു നിന്നിരുന്നു. പിന്നെ എല്ലാ ഭയങ്ങളെയും ആശങ്കകളെയും അവർ മറക്കാൻ ശ്രമിച്ചു. അവളുടെ നിറത്തെ കുറ്റം പറഞ്ഞ ലോകം, അവളുടെ ജീവിതം തകർക്കാൻ ശ്രമിച്ച അമ്മ, ആരും അവരുടെ സ്നേഹത്തിന് തടസ്സമായില്ല. വിവേക് സൗമ്യയെ ചേർത്ത് പിടിച്ച് പതിയെ അവരുടെ ഭാര്യാഭർത്തൃ ബന്ധം ആരംഭിച്ചു. വിവേകും സൗമ്യയും തങ്ങളുടെ പുതിയ ജീവിതത്തിന്റെ ആശ്വാസത്തിൽ പരസ്പരം ചേർന്നുണർന്നു. രാത്രിയിലെ പ്രണയം അവർക്ക് നൽകിയത് അതിരുകളില്ലാത്ത ധൈര്യമായിരുന്നു.
ആ മുറിയിലെ വെളിച്ചത്തിൽ അവർക്കിടയിലെ സ്നേഹത്തിന്റെ തിളക്കം കൂടിയതായി തോന്നി. അവർ പതിയെ ഉമ്മ വെച്ച് തുടങ്ങുമ്പോഴാണ് പുറത്ത് വലിയൊരു ബഹളം കേട്ടത്. വിവേകേടാ, നീ വാതിൽ തുറക്കടാ, എന്താ ഇവിടെ നടക്കുന്നതെന്ന് എല്ലാവരും അറിയട്ടെ. അത് അമ്മയുടെ ശബ്ദമായിരുന്നു. കൂടെ ദേഷ്യം നിറഞ്ഞ അമ്മാവിന്റെ ശബ്ദവും അവൻ കേട്ടു. വിവേക് സൗമ്യയെ നോക്കി. പ്രശ്നമാവുമോ ഏട്ടാ? സൗമ്യ അവനോട് ചോദിച്ചു. ആവട്ടെ, എന്തായാലും തുറക്കാതിരിക്കാൻ പറ്റില്ല. അവർക്ക് വഴക്കുണ്ടാക്കണമെങ്കിൽ അത് ഇവിടെ വെച്ച് തന്നെ ആവട്ടെ. അവൻ വേഗം ഒരു ഷർട്ടിട്ട് വാതിൽ തുറന്നു. വാതിൽ തുറന്നപ്പോൾ കണ്ടത് തന്റെ അമ്മയെയും അമ്മയുടെ സ്വന്തം സഹോദരനും തന്റെ അമ്മാവനുമായ രാഘവനെയുമാണ്. രാഘവൻ ഒരുപാട് പണക്കാരനും സമുദായത്തിൽ വലിയ പിടിപാടുള്ളയാളുമായിരുന്നു. അമ്മയുടെ മുഖത്ത് നാണക്കേടിനേക്കാൾ അധികം ഇപ്പോൾ ദേഷ്യവും പകയും ഒരൽപ്പം നാടകീയതയും ഉണ്ടായിരുന്നു. കണ്ടോ രാഘവ, ഇവൻ എന്നോട് ചെയ്തത് കണ്ടോ? കല്യാണരാത്രി എന്നെ ഹോസ്പിറ്റലിൽ ഇട്ടിട്ട് ഈ പെണ്ണുമായി സുഖിക്കാനായി വന്നതാ ഇവൻ. അമ്മ പൊട്ടിക്കരഞ്ഞുകൊണ്ട് രാഘവനോട് പറഞ്ഞു. രാഘവൻ ദേഷ്യത്തോടെ വിവേകിനെ നോക്കി. എടാ, നീ എന്ത് ധൈര്യത്തിലാണ് നിന്റെ അമ്മയെ ഹോസ്പിറ്റലിൽ ഒറ്റയ്ക്കാക്കിയത്? നിന്റെ അമ്മയെ നെഞ്ചുവേദനയായിട്ട് കൊണ്ടുപോയതല്ലേ നീ ഇന്നലെ? നിനക്ക് എങ്ങനെ ഇത്ര ക്രൂരനാകാൻ കഴിഞ്ഞു? കല്യാണം കഴിഞ്ഞപ്പോ ഇപ്പൊ പെണ്ണ് മാത്രം മതിയോ? ആരോപണങ്ങൾ കേട്ട് വിവേക് ശാന്തമായി നിന്നു. അവൻ അറിയാമായിരുന്നു ഈ വഴക്ക് ഇവിടെ വെച്ച് അവസാനിപ്പിച്ചില്ലെങ്കിൽ ഇത് തുടരുമെന്ന്. അവൻ അപ്പോൾ സൗമ്യയുടെ അടുത്തേക്കൊന്ന് തിരിഞ്ഞു. അവൾ പേടിച്ച് ചുമരിനോട് ചേർന്ന് നിന്നു. വിവേക് ചെന്ന് സൗമ്യയെ തന്റെ വലത് കൈകൊണ്ട് ചേർത്ത് പിടിച്ച് അവന്റെ നെഞ്ചോടൊട്ടിച്ചു നിർത്തി. അമ്മാവാ, ഞാൻ ക്രൂരനായതുകൊണ്ട് അമ്മയെ ഉപേക്ഷിച്ചതല്ല. സത്യം എന്താണെന്ന് അമ്മാവൻ അറിയണം. അവന്റെ ശബ്ദം ദൃഢമായിരുന്നു. എന്റെ ഭാര്യ കറുത്തവളായതുകൊണ്ട് അമ്മയ്ക്ക് അവളെ ഇഷ്ടമല്ല. ഞാൻ എന്ത് ചെയ്യണം? അമ്മ ഇന്നലെ നെഞ്ചുവേദന അഭിനയിച്ചതായിരുന്നു. ഇന്നലെ ഞങ്ങളുടെ ആദ്യരാത്രിയായിരുന്നു. അത് മുടക്കാനായി അമ്മ ഒരുക്കിയ നാടകമായിരുന്നു ഇതൊക്കെ, വിവേക് പറഞ്ഞു. അമ്മ ഉറക്കെ നിലവിളിച്ചു. അയ്യോ, ദേ കളവ് പറയുകയാണ് അവൻ. ഡാ നുണയാ. അമ്മ ഉറക്കെ കരയാൻ തുടങ്ങി. ഞാനാണോ കളവ് പറയുന്നതമ്മേ? എങ്കിൽ ഞാനൊരു കാര്യം പറയാം. വിവേക് അമ്മാവിനെ നോക്കി. ഞങ്ങൾ അമ്മയ്ക്കുള്ള ചായയുമായി വന്നപ്പോൾ ഹോസ്പിറ്റൽ റൂമിൽ വെച്ച് അമ്മ ഡോക്ടറോട് തനിക്ക് സീരിയസ് ആണെന്നും കുറച്ചു ദിവസം കിടത്തണമെന്നും കാരണം ഈ മരുമോള് കറുത്തവളാണെന്നും അവൾ മോന്റെ കൂടെ കിടക്കുന്നത് അമ്മയ്ക്ക് ഇഷ്ടമല്ലെന്നും പറഞ്ഞപ്പോൾ ആ ഡോക്ടർക്ക് ആകെ ദേഷ്യം കയറി. അമ്മയുടെ നാടകം അവസാനിച്ചു. ഇതാണ് അമ്മാവ ഉണ്ടായത്. അത് കേട്ട് രാഘവൻ ഒന്ന് ഞെട്ടി. അയാൾക്ക് അമ്മയെ വിശ്വാസമായിരുന്നെങ്കിലും വിവേക് ഇത്രയും ദേഷ്യത്തിൽ സംസാരിക്കുന്നത് കള്ളമായിരിക്കില്ലെന്നും അമ്മാവന്റെ ബുദ്ധിക്ക് തോന്നി. മൂപ്പർ അമ്മയെ ഒന്ന് നോക്കി. അവരുടെ മുഖത്ത് കുറ്റബോധം നിഴലിച്ചു. ഇടി സുമതി, സത്യമാണോ ഇത്? നീ നാടകം കളിച്ചതാണോ? രാഘവൻ ദേഷ്യത്തോടെ അമ്മയോട് ചോദിച്ചു. എനിക്ക് അമ്മ പതറി. വിവേക് അപ്പോൾ തുടർന്നു. അമ്മാവാ, അമ്മ നിറത്തിന്റെ പേരിൽ ഒരു പാവം പെൺകുട്ടിയെ പരസ്യമായി അപമാനിച്ചു. എന്റെ സന്തോഷം നശിപ്പിച്ചു. ഡോക്ടർ ഞങ്ങളുടെ മുന്നിൽ വെച്ച് അമ്മയെ വഴക്ക് പറഞ്ഞു. ഇതാണോ നിങ്ങൾ നോക്കുന്ന മാനം? ഞാൻ ഇനി അമ്മയ്ക്ക് വഴങ്ങില്ല. ഈ ലോകം മുഴുവൻ എതിർത്താലും ഇവൾ എന്റെ ഭാര്യയായിരിക്കും. സൗമ്യ അപ്പോൾ വിവേകിന്റെ നെഞ്ചോട് ചേർന്ന് ആദ്യമായി താൻ എത്രത്തോളം സുരക്ഷിതയാണെന്ന് മനസ്സിലാക്കി. വിവേകിന്റെ തുറന്നു പറച്ചിലിൽ ഞെട്ടിപ്പോയ അമ്മാവൻ രാഘവൻ അമ്മയുടെ നേർക്ക് ദേഷ്യത്തോടെ തിരിഞ്ഞു. ഇത് സത്യമാണോ? ഇവൻ പറഞ്ഞത് സത്യമാണോന്ന് നിന്നോടാ ചോദിച്ചത്. രാഘവന്റെ ചോദ്യത്തിന് മറുപടി പറയാനാകാതെ അമ്മ അപ്പോൾ തലകുനിച്ചു നിന്നു. രാഘവന് സ്വന്തം സഹോദരിയോടുള്ള ദേഷ്യവും മരുമകനോടുള്ള സഹതാപവും നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. എടി, നിനക്ക് മാനമില്ലെങ്കിൽ എനിക്കതുണ്ട്. ഈ വൃത്തികെട്ട നാടകം ഇവിടെ അവസാനിപ്പിച്ചോ? രാഘവൻ ദേഷ്യത്തോടെ അമ്മയോട് പറഞ്ഞു. അപ്പോൾ നാണക്കേടുകൊണ്ട് തകർന്നു പോയ അമ്മയുടെ മനസ്സിൽ അവസാനത്തെ പ്രതിരോധം എന്ന നിലയിൽ ഒരു ചിന്ത ഉടലെടുത്തു. ഈ വീട്ടിൽ തന്റെ അധികാരം സ്ഥാപിക്കണം. അവർ തല ഉയർത്തി കണ്ണുനീർ തുടച്ച് വിവേകിനെ നോക്കി. അവരുടെ ശബ്ദത്തിൽ ഭീഷണി നിറച്ചു. എടാ, നീ കേട്ടോ? നിനക്ക് ഈ പെണ്ണിനെ തന്നെ മതിയെങ്കിൽ ഈ വീട്ടിൽ നിനക്കിനി സ്ഥാനമില്ല. ഈ വീട് എന്റെ പേരിലാണ്. നിന്റെ അച്ഛനുണ്ടാക്കിയ വീട് എന്റെ സ്വന്തം പേരിലാണ് കിടക്കുന്നത്. ഒരമ്മയെ അപമാനിച്ച നീയും ഈ കറുത്തവളും ഈ നിമിഷം എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകണം. അമ്മയുടെ വാക്കുകൾ വിവേകിന്റെ നെഞ്ചിൽ ഒരു വലിയ പാറക്കല്ല് പോലെ വന്നു പതിച്ചു. ആ ഒരു വാക്ക് അവൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നതല്ല. സൗമ്യ അപ്പോൾ ഭയന്ന് വിറച്ച് വിവേകിന്റെ കയ്യിൽ മുറുകെ പിടിച്ചു. അമ്മേ, വിവേകിന്റെ ശബ്ദമിടറി. എനിക്കിനി നിന്നെ മോനായി വേണ്ട. നീ ഇറങ്ങിപ്പോ. അമ്മ അവനോട് ആക്രോശിച്ചു. ആ നിമിഷം വിവേകിന്റെ നിയന്ത്രണം വിട്ടു. അവന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവൻ സൗമ്യയെ വിട്ട് വേദനയോടെ സംസാരിച്ചു തുടങ്ങി. ഇറങ്ങിപ്പോകാനോ? ഈ വീട്ടിൽ നിന്നോ? അവന്റെ ശബ്ദം വിറച്ചിരുന്നു. ഈ വീട് അമ്മയുടെ പേരിലായിരിക്കാം, പക്ഷെ അമ്മാവാ. വിവേക് രാഘവനെ നോക്കി കണ്ണീർ തുടച്ചു. അച്ഛൻ മരിച്ച ശേഷം 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മുതൽ ഞാൻ ജോലിക്ക് ഇറങ്ങിയതാണ്. കോളേജ് പഠനത്തിനും അമ്മയെ നോക്കുന്നതിനും വേണ്ടി ഞാൻ ഒരുപാട് കല്ല് ചുമന്നതാണ്. കെട്ടിടം പണിക്ക് പോയതാണ്. രാത്രി ഉറക്കമളച്ച് ഡ്രൈവിംഗിന് പോയി ഉണ്ടാക്കിയതാണ് ഇതിലെ ഓരോ ഇഷ്ടികയുടെയും വില, ഓരോ തരി സിമന്റിന്റെയും വില. അമ്മയുടെ പേരിലായിരിക്കും ആധാരം, പക്ഷേ ഈ വീട് എന്റെ ചോരയും വിയർപ്പും കൊണ്ടുണ്ടാക്കിയതാണ്. വിവേക് പൊട്ടിക്കരഞ്ഞു. എന്റെ അധ്വാനമാണ് ഈ വീട്.
എന്നിട്ട് ഇഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയെ കെട്ടിയതിന്റെ പേരിൽ നിങ്ങൾ എന്നെ ഇറക്കി വിടുകയാണോ? അത് കണ്ട സൗമ്യ ആകെ ഞെട്ടിപ്പോയി. സൗമ്യയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവൾ അവന്റെ അടുത്തേക്ക് ചെന്ന് ചേർന്നു നിന്നു. അമ്മാവനും ആകെ വല്ലാതായിരുന്നു. വിവേക് ഇത്രയും വൈകാരികമായി പൊട്ടിത്തെറിക്കുന്നത് അമ്മാവൻ ആദ്യമായി കാണുകയായിരുന്നു. വിവേക് പൊട്ടിക്കരഞ്ഞുകൊണ്ട് തന്റെ കഷ്ടപ്പാടുകൾ പറഞ്ഞപ്പോൾ അമ്മയുടെ മുഖം ചെറുതായി മാറിയിരുന്നു. അമ്മാവനാകെ സ്തംഭിച്ചു നിൽക്കുകയായിരുന്നു. അവൻ കല്ല് ചുമന്നും വിയർപ്പൊഴുക്കിയും ഉണ്ടാക്കിയ വീട്ടിൽ നിന്ന് അവനെ ഇറക്കിവിടാൻ സ്വന്തം സഹോദരി ശ്രമിക്കുന്നത് കണ്ട് അയാൾക്ക് ലജ്ജ തോന്നി. രാഘവൻ പതുക്കെ വിവേകിന്റെ അടുത്തേക്ക് നടന്നു. വിവേകെ, നീ കരയരുത് മോനെ, രാഘവൻ വിഷമത്തോടെ പറഞ്ഞു. എന്നിട്ട് അയാൾ അമ്മയുടെ നേർക്ക് തിരിഞ്ഞു. എടി സുമതി, ഇവനോട് ഇങ്ങനെയാണോ സംസാരിക്കേണ്ടത്? ഇവന്റെ അധ്വാനം കൊണ്ടാണ് നീ ഇപ്പോൾ ഈ വീട്ടിൽ താമസിക്കുന്നത്. നിന്റെ വാശിക്ക് വേണ്ടി നീ ഇവനെ പുറത്താക്കുകയാണോ? അമ്മാവനും ആകെ വിഷമം തോന്നി. അമ്മ നിശബ്ദയായി നിന്നു. രാഘവൻ വീണ്ടും വിവേകിന്റെ നേർക്ക് തിരിഞ്ഞു. വിവേകിന്റെ തോളിൽ കൈവച്ചു. മൂപ്പരുടെ വാക്കുകൾ അപ്പോൾ വിവേകിനെ പിന്തുണയ്ക്കുന്നതായിരുന്നു. വിവേകെ, മോനെ, അമ്മാവൻ വിളിച്ചു. നീ എവിടെയും പോകണ്ട മോനെ, നീ ഇവിടെ തന്നെ നിന്നാൽ മതി. ഇത് നിന്റെ വീടാണ് മോനെ. എന്നാൽ വിവേക് കണ്ണുനീർ തുടച്ചു മാറ്റി. തല ഉയർത്തി. അവന്റെ കണ്ണുകളിൽ അപ്പോൾ ദൃഢനിശ്ചയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വേണ്ട അമ്മാവ, ഇവിടെ നിൽക്കുന്ന ഓരോ നിമിഷവും അമ്മ എന്നെയും ഇവളെയും വെറുപ്പോടെ നോക്കും. ഈ വീട് ഞാൻ കല്ലു ചുമന്നുണ്ടാക്കിയതാണ് സത്യം. പക്ഷേ ഈ നിമിഷം മുതൽ എനിക്ക് ഇവിടെ നിൽക്കണ്ട. ഞാനും ഇവളും ഇവിടെ നിന്നും പോവുകയാണ്. അത് കേട്ടതും അമ്മാവൻ രാഘവന്റെ മുഖം വാടി. വിവേകിന്റെ തീരുമാനം ശരിയാണെന്ന് അയാൾക്ക് തോന്നി. അത് കേട്ടപ്പോൾ അമ്മയ്ക്ക് പേടി തോന്നി. അവൻ പോയാൽ അത് തനിക്ക് തന്നെ പണിയാകുമെന്ന് അമ്മയ്ക്ക് അറിയാമായിരുന്നു. ഞാനത് വെറുതെ പറഞ്ഞതാ. ഇവളെ എനിക്കിഷ്ടമില്ലാതുള്ളൂ. നീ പോകണ്ട, അമ്മ അപ്പോൾ പറഞ്ഞു. നിർത്തമ്മേ, ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും നിങ്ങൾ ഇപ്പോഴും എന്റെ ഭാര്യയുടെ നിറത്തെക്കുറിച്ച് കുറ്റപ്പെടുത്തുകയാണ്. നിങ്ങൾക്ക് ഇവളെ വേണ്ടെങ്കിൽ എനിക്ക് നിങ്ങളെയും വേണ്ട. ഞാൻ ഇവിടെ ഇനി നിൽക്കില്ല. വിവേക് അവന്റെ കണ്ണു തുടച്ചു. രാഘവൻ വിവേകിന്റെ ചുമലിൽ അമർത്തി. ശരി മോനെ, നീ വിഷമിക്കണ്ട. നീയും ഇവളും ഇനി ഇവിടെ വേണ്ട. അമ്മയും അപ്പോൾ ഞെട്ടിക്കൊണ്ട് രാഘവനെ നോക്കി. എവിടെ നിന്റെ വില നഷ്ടപ്പെടുന്നുവോ അവിടെ പിന്നെ നിൽക്കരുത്. അത് നിന്റെ അമ്മയാണെങ്കിൽ പോലും. രാഘവന്റെ വാക്കുകൾ ഉറച്ചതായിരുന്നു. നിനക്കും നിന്റെ ഭാര്യക്കും സ്നേഹവും ബഹുമാനവും കിട്ടുന്നിടത്ത് നീ പുതിയ ജീവിതം തുടങ്ങണം. ഞാൻ നിന്റെ കൂടെ ഉണ്ടാകും. നീ ധൈര്യമായി പോയിക്കോളൂ. അമ്മാവനിൽ നിന്ന് ലഭിച്ച ആ വാക്കുകൾ വിവേകിന് വലിയ ആശ്വാസമായിരുന്നു. താൻ ഒറ്റയ്ക്കല്ലെന്ന് അവന് മനസ്സിലായി. വിവേക് സൗമ്യയെ ചേർത്ത് പിടിച്ചു. നമുക്ക് പോകാം സൗമ്യയെ. അവൻ അവളുടെ നെറ്റിയിൽ പതിയെ ഉമ്മ വെച്ചു. വീട്ടിൽ നിന്നിറങ്ങിയ വിവേകിന് ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നെങ്കിൽ പോലും സൗമ്യയുടെ കൈ അവന്റെ കയ്യിൽ ഭദ്രമായിരുന്നു. സൗമ്യയുടെ സ്വർണം ഒരു പുതിയ ജീവിതം തുടങ്ങാൻ അവർക്ക് ഉപകാരമായിരുന്നു. നഗരത്തിന്റെ തിരക്കിൽ നിന്നും മാറി ചെറിയൊരു മലയോരത്ത് വിവേകും സൗമ്യയും തങ്ങൾക്കായി സുന്ദരമായ ഒരു പുതിയ വീട് പെട്ടെന്ന് കണ്ടെത്തി. ആ പുതിയ വീട് അവരുടെ സ്നേഹം പോലെ തന്നെ ശാന്തവും പ്രകാശവുമുള്ളതായിരുന്നു. പഴയ വീട്ടിലെ കറുത്ത ഓർമ്മകളോ അമ്മയുടെ വിദ്വേഷമോ വർണ്ണവെറിയോ ആ വീട്ടിലെ അന്തരീക്ഷത്തെ തീണ്ടിയില്ല. ഒരു സന്ധ്യയിൽ പുതിയ വീട്ടിലെ തങ്ങളുടെ മുറിയിൽ അവർ പരസ്പരം നോക്കി. ജീവിതത്തിലെ ഏറ്റവും വലിയ പോരാട്ടം ജയിച്ചതിന്റെ സന്തോഷം അവരുടെ കണ്ണുകളിൽ തിളങ്ങി. സൗമ്യ, ഈ വീട്, ഈ ജീവിതം, ഇത് ഇനി നമ്മുടേതാണ്. ഇവിടെ നമ്മളെ അകറ്റാൻ ആർക്കും കഴിയില്ല, വിവേക് പറഞ്ഞു. സൗമ്യ സ്നേഹത്തോടെ ചിരിച്ചു. ആ രാത്രി അവർ തമ്മിൽ ഒരുപാട് സംസാരിച്ചില്ല. അവർ പങ്കുവച്ച നിമിഷങ്ങൾ വാക്കുകളേക്കാൾ വലുതായിരുന്നു. വിവേക് സൗമ്യയെ പതുക്കെ തന്റെ അടുത്തേക്ക് ചേർത്തു. അവരുടെ സ്നേഹം ദേഷ്യപ്പെട്ട അമ്മയുടെ മുഖമോ ആശുപത്രിയിലെ നാടകങ്ങളോ ഉപേക്ഷിച്ച വീടിന്റെ ഓർമ്മകളോ ഇല്ലാതെ ശുദ്ധമായിരുന്നു. വിവേക് അവളുടെ മുഖം കയ്യിലെടുത്തു. അവളുടെ നിറത്തെക്കുറിച്ചുള്ള ലോകത്തിന്റെ കുറ്റപ്പെടുത്തലുകളെ അവന്റെ ചുണ്ടുകളിലെ സ്നേഹം കൊണ്ട് തുടച്ചുമാറ്റി. അവന്റെ ഓരോ ചുംബനവും അവൾ എത്രമാത്രം സുന്ദരിയാണെന്നുള്ള അവന്റെ മനസ്സിലെ ഇഷ്ടമായിരുന്നു. പുതിയ വീട്ടിൽ, പുതിയ ജീവിതത്തിൽ പൂർണ്ണമായ സന്തോഷത്തോടെ അവരൊന്നായി ശരീരം പങ്കുവച്ചു തുടങ്ങി. വരും കാലങ്ങളിൽ എല്ലാം കലങ്ങി തെളിയുമെന്ന പ്രതീക്ഷയോടെ.